അവയവദാനത്തിന് അനുമതി തേടി നിർധനരായ സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഇപ്പോഴും സമീപിക്കാറുണ്ട് എന്ന് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തി. കൃത്യമായി പറഞ്ഞാൽ 2018 നവംബർ 5 അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ നടന്ന കിഡ്നി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIR ആണിത്. വാസ്തവത്തിൽ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകാത്തതാണ് ഈ വാർഡിൽ തന്നെ കിഡ്നി വിൽപ്പന വ്യാപകമാകാൻ കാരണമായത്. അമ്പലപ്പുഴ തെക്കു പഞ്ചായത്തിലെ തീരമേഖല കേന്ദ്രീകരിച്ച് അവയവമാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാതൃഭൂമി ന്യൂസ് പലതവണ ചൂണ്ടിക്കാട്ടിയതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണം ഒരടി പോലും മുന്നോട്ട് പോയില്ല. പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ അന്വേഷണമായിട്ട് അവിടെ വരുന്നുണ്ട്, പല വീടുകളിൽ പോകുന്നുണ്ട്, പോലീസുകാർ അന്വേഷണം വരുന്നുണ്ട്, ഇത് തന്ന പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചിട്ട് പോകുന്നെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതുവരെ അത് എൻ്റെ ഒരു തുമ്പും കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഈ സാമ്പത്തിക ടൈറ്റാണ് അവിടുത്തെ മൊത്തത്തിൽ. ഇത് ചൂഷണം ചെയ്യുകയാണ് സത്യത്തിൽ. അവയവദാനം എന്ന് പറയുന്നത് അവർ അറിഞ്ഞുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതാണ്. വീടില്ലാത്തവർക്ക് വീട്, വിധവകളും കൊടുത്തിട്ടുണ്ട് വീട് മേടിക്കാൻ വേണ്ടി. അങ്ങനെ പല രീതിയിലും നടക്കുന്നുണ്ട്. അവയവങ്ങൾക്ക് വിലയിട്ട് മാഫിയ ഇപ്പോഴുമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരു പരിധിവരെ വിൽപ്പന നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ അവയവദാനത്തിനായി ഇപ്പോഴും ആളുകൾ നമ്മളെ സമീപിക്കാറുണ്ടോ? നമ്മൾ അവരോട് എന്താ പറഞ്ഞു വിടാറുള്ളത്? ഇപ്പോഴും തീരദേശ മേഖലയിൽ നിന്ന് ആൾക്കാർ സമീപിക്കാറുണ്ട്. പക്ഷേ നമുക്ക് തന്ന നിർദ്ദേശം എന്ന് പറയുന്നത് പോലീസ് വെരിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ അവയവദാനത്തിൻ്റെ മാച്ചിങ് സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിന് ശേഷം അത് ജെനുവിൻ ആണെങ്കിൽ മാത്രമേ പഞ്ചായത്തിൽ നിന്ന് കത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം ജെനുവിനായിട്ടുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ കത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതുള്ളവർക്ക് നമ്മൾ കത്ത് കൊടുക്കാറില്ല. പക്ഷേ അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട്. തീരദേശത്ത് കൂടുതൽ നടക്കുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കിഡ്നി മാഫിയ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ 14-ാം വാർഡൊക്കെ കേന്ദ്രീകരിച്ച്. ഇപ്പോൾ ഇത് നടക്കാതെ വന്നതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട്. ഉമ എന്ന് പറഞ്ഞ ആളുടെ ഭർത്താവിൻ്റെ പേര് പ്രദീപ്. ഓക്കെ. അദ്ദേഹം ഇവിടെ ഇല്ലേ ഇപ്പം? നമ്പർ വല്ലതും ഉണ്ടോ? ആണോ? മോളുടെ കാണുമോ? ഓ, അദ്ദേഹം എവിടെ താമസിക്കുന്നത്? രാജൻ ബിൽഡിങ്ങോ? കിഴക്ക് വശത്ത്. ശരി. ഒന്നുമില്ല. പണ്ട് അദ്ദേഹം ഈ ഇത് കൊടുത്തില്ലായിരുന്നോ, കിഡ്നി? അതിൻ്റെ ഒരു കാര്യം തിരക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം ഒത്തിരി നാളായെന്ന് തോന്നുന്നല്ലേ? പ്രദേശത്ത് വെറുതെ പോയി ആരോട് തിരക്കിയാലും അവയവങ്ങൾ വിറ്റവരെ കുറിച്ച് പറഞ്ഞു തരും. എന്നിട്ടും പരാതിക്കാരില്ലെന്ന ന്യായം പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന് താൽപ്പര്യം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.